മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മളും ഓണം എത്തുന്നതോടുകൂടി തന്നെ ഓണം എത്താറാവുന്നതോടുകൂടി നമ്മളും അക്ഷമരായി ഓണാഘോഷത്തിന് വേണ്ടി കാത്തു നിൽപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ മീഡിയ വണ്ണിലെ ജീവനക്കാരുടെ ഓണമാണ്. ദേ ഞങ്ങളുടെ സ്വന്തം മാവേലി എത്തിക്കഴിഞ്ഞു. നമസ്കാരമുണ്ട്. ഇത് നമ്മുടെ മാവേലിയാണ്. മീഡിയ വണ്ണിൻ്റെ ഇന്നത്തെ ഓണാഘോഷങ്ങളുടെ കുന്തമുനയായ മാവേലി തമ്പുരാനാണ്. ഫസി, നമ്മുടെ സ്പോർട്സ് ഡെസ്കിൻ്റെ കുന്തമുനയായ ഫസിയാണ് ഇക്കുറി മാവേലിയുടെ വേഷം ഇട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് തമ്പുരാൻ ഇക്കുറി കേരളത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? 4 വർഷം മുമ്പ് വന്നപ്പം അർജന്റീന മാത്രമായിരുന്നു. അർജന്റീനക്കാരെ കാണാനില്ല എന്നുള്ളതാണ് ഈ ഒരു ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മൊത്തത്തിൽ അങ്ങോട്ട് ആളുകൾ ആവേശത്തിലേക്ക് ഒരു മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലം LDF സർക്കാരിന്റെ കാലത്തായിരുന്നു തമ്പുരാൻ വന്നതെങ്കിൽ ഇപ്പോൾ 10 കൊല്ലത്തിന് ശേഷം UDF സർക്കാർ വന്നൊരു കാലം കൂടിയാണ്. അത് ഒരു മൊത്തത്തിലൊരു മാറ്റമുള്ള ഒരു സമയമാണ്. എന്തൊക്കെയാണ് എന്നിട്ട് മീഡിയ വണ്ണിലെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പ്രജകളൊക്കെ ഒന്ന് കണ്ട് മൊത്തത്തിലൊന്ന് കറങ്ങിയടിച്ച് വരികയാണ്. ഇനി ബാക്കി പരിപാടികളൊക്കെ നമ്മൾ കിടക്കാൻ പോകുന്നേ ഉള്ളൂ. പ്രധാന പരിപാടി എന്താ? സദ്യ. അതിന്റെ സമയമാവുന്നുള്ളൂ. അപ്പോൾ സദ്യ തന്നെയാണ് പ്രധാനപ്പെട്ട ഏരിയ. അപ്പോൾ സദ്യക്ക് വേണ്ടിയുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഒരുങ്ങിയോടെ ഏതാണ്ട് എല്ലാം ആയിരിക്കുന്നു. ഇനി കഴിഞ്ഞിട്ട് എങ്ങനെയാ നമ്മുടെ കായിക പരിപാടികളൊക്കെ എങ്ങനെയാ? കായിക പരിപാടികൾ തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. ഒരുപാട് പരിപാടികളുണ്ട്. വടംവലിയാണ് മെയിൻ. വടംവലിക്കാണ് ഇവിടുത്തെ ആളുകളൊക്കെ ഒന്ന് കാത്തിരിക്കുന്നത്. ആ പരിപാടിയോടുകൂടി സമാപിക്കുമെന്നാണ് പറഞ്ഞത്. ആ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. മഴ നമ്മുടെ പരിപാടിക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ തടസ്സമാവോ? മഴ എപ്പോഴും ഒരു രസം ഉപയോഗിക്കേണ്ടി വരുമെന്ന് അല്ല, കൊടക്ക് കാര്യമായിട്ട് സാധാരണ ഓണത്തിന് കൊടക്ക് ആവശ്യം വരാറില്ല. ചെറിയ നേരിയ വെയിലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം കാര്യമായിട്ട് ഉപയോഗപ്പെടാൻ പോകുന്നത് ഈ കൊട ഇപ്രാവശ്യമാണ്. നല്ലൊരു മഴ വരുന്നുണ്ട്. ശരി, ആ കുട ഒന്ന് നേരിട്ട് പിടിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്. അപ്പോൾ വർഷകാലത്താണ് ഒരു പക്ഷേ എന്താ പറയുക, വലിയ വെള്ളപ്പൊക്കവും പ്രളയവും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ആശ്വാസം നിൽക്കുന്ന ഘട്ടത്തിലാണിപ്പോൾ ഓണം വന്നത്. ഒരു പക്ഷേ ഈ സമയത്തായിരുന്നു ആ പ്രളയവും വർഷകാലവും എങ്കിൽ ബുദ്ധിമുട്ടായേനെ. ഓണത്തിന്റെ ഒരു സൗന്ദര്യം അങ്ങ് കെട്ടുപോയേനെ. ഓണത്തിന്റെ ഒരു ആവേശമൊന്നും ആളുകൾക്കില്ല. അത് എല്ലാവരും ഒരു മരവിച്ച അവസ്ഥയിലായിരിക്കും. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഒന്ന് ഓണായി വരുന്നു. എല്ലാവരും ഒന്ന് ആവേശത്തിലേക്ക് കയറി വരുന്നുണ്ട്. മൊത്തത്തിൽ കേരളം ഓണത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടി മാവേലി ആവാൻ ഇച്ചിരി സമയം എടുത്തോ? ബുദ്ധിമുട്ടായോ? നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ സാധാരണ മുണ്ടും ഷർട്ടും ആണല്ലോ. അപ്പൊ ഇനി മുതൽ മാവേലിക്കും ആ കോസ്റ്റ്യൂം അനുവദിച്ച് നൽകണം എന്നുള്ളതാണ് ശരിക്കും പറയേണ്ടത്. കാരണം മൊത്തത്തിലൊരു വലിയ ഭാരമാണ്. ഓക്കെ, അപ്പൊ അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ. എല്ലായിടങ്ങളിലും ചുറ്റി സഞ്ചരിച്ചോ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ മൊത്തത്തിലൊന്ന് പോയി വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി വരാനുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെയും കൂടി ഒന്ന് കാണണം. എല്ലാവരോടും ഒന്ന് ഓണ ആശംസകൾ അറിയിക്കണം. മടങ്ങണം. ഓക്കെ, മടങ്ങണം. അപ്പോൾ അല്ലേ? അപ്പൊ ഉഷാറാവട്ടെ. പിന്നെ കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.